അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. യഹോവ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. സങ്കീർത്തനം 107 4 പ്രാവശ്യമാണ് പരിശുദ്ധാത്മാവിത് ആവർത്തിച്ചിരിക്കുന്നത്. വിശ്വാസത്തിലേക്ക് വന്ന ഒരുത്തന്റെ ജീവിതത്തിലെ 4 ഘട്ടങ്ങളിൽ അവൻ നിലവിളിക്കുന്നു. അതൊരു സത്യമാണ്. എല്ലാ ആത്മീയർക്കും നിലവിളിയുണ്ട്, കരച്ചിലുണ്ട്. യേശു തന്നെ തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ രക്ഷിപ്പാൻ കഴിവുള്ളവനോട് ഉറച്ച നിലവിളിയോട് കണ്ണുനീരോടും കൂടെ അഭയയാചനയും പ്രാർത്ഥനയും കഴിക്കുകയും ഭയഭക്തി കൊണ്ട് ഉത്തരം ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ കരച്ചിൽ, നിലവിളിയിൽ ലജ്ജിക്കേണ്ടതില്ല. കാരണം കരയുന്നത് നിന്റെ അപ്പൻ്റെ മുമ്പിലാണ്, നിന്റെ രക്ഷിതാവിൻ്റെ മുമ്പിലാണ്, നിന്റെ വീണ്ടെടുപ്പുകാരൻ്റെ മുമ്പിലാണ്, നിന്റെ സൃഷ്ടാവിൻ്റെ മുമ്പിലാണ്. സങ്കീർത്തനം 107 തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. പക്ഷെ വീണ്ടെടുക്കപ്പെട്ട വിമുക്തന്മാർക്ക് അത് പറയാൻ ബുദ്ധിമുട്ടാണിപ്പോൾ. കാരണം സാഹചര്യങ്ങൾ പ്രതികൂലമായി പോകുന്നു. സ്തോത്രം ചെയ്യാൻ പറ്റുന്നില്ല. അവൻ നല്ലവനാണെന്ന്, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ഇപ്പോൾ പ്രസന്റ് ടെൻസിൽ പറയാൻ സാധിക്കുന്നില്ല. കാരണം അവർക്ക് വിശക്കുന്നു. അവർ വഴിയിൽ ഉഴലുന്നു. പാർപ്പാനുള്ളൊരു പട്ടണം കണ്ടെത്തിയില്ല. വിശപ്പ്, ദാഹം, അവരുടെ മനസ്സ് പോയി. പ്രാണൻ അവരുടെ ഉള്ളിൽ തളർന്നു. അപ്പോഴാണ് അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചത്. മനുഷ്യന്റെ പ്രത്യേകത അതാണ്. എല്ലാ സാഹചര്യങ്ങളും അവൻ നോക്കും. അവസാന കൈയാണ് കർത്താവ് അല്ലെങ്കിൽ ദൈവസഭ. ആദ്യമേ അത് തിരഞ്ഞെടുക്കാൻ ബുദ്ധി തോന്നിയവർ അതിബുദ്ധിമാന്മാർ. ഇവിടെ അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. യഹോവ അവരെ വിടുവിച്ചു. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. അപ്പോൾ പ്രശ്നം എന്തായിരുന്നു? രക്ഷിക്കപ്പെട്ടു, പക്ഷേ വഴി വളഞ്ഞ വഴികളായിരുന്നു. നേർ വഴിയിൽ നടത്തി, ശരിയായ വഴിയിൽ നടത്തി, ചൊവ്വയുള്ള വഴിയിൽ നടത്തി. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്താത്ത ദൈവം അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ കർത്താവിനെ സ്തുതിക്കണം. അവനെ അവൻ്റെ നന്മയെ ചൊല്ലി സ്തുതിക്കട്ടെ. അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. മറുവശം നോക്കിക്കേ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ട്, ഞെരുക്കം, വളഞ്ഞ വഴികളൊക്കെ വരുന്നത് സർവജ്ഞാനിയായ ദൈവം അറിയാഞ്ഞിട്ടാണോ? പ്രത്യേകിച്ച് ഒരു വിമുക്തന്റെ കാര്യത്തിൽ, കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ട ഒരുത്തന്റെ കാര്യത്തിൽ. അവൻ നിങ്ങളെ വിശപ്പിക്കുകയും നിങ്ങളെ കഷ്ടത കൊണ്ട് താഴ്ത്തുകയും ചെയ്തത് എന്തിനാണ്? നിങ്ങൾക്ക് ഒരു ജ്ഞാനം തരാനാണ്. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടുകൂടെ ജീവിക്കാനാണെന്നറിയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി, വിശപ്പുണ്ടായി, ദാഹമുണ്ടായി. പക്ഷേ ഇപ്പോ വചനത്തോടൊരാർത്തി, വചനത്തോടൊരു വിശപ്പ്, ദൈവത്തോടൊരു വിശപ്പ്. അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. 10-ാം വാക്യം തൊട്ട് നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിച്ച, ദൈവത്തിന്റെ ആലോചനയെ നിരസിച്ചിട്ട് ഇരുട്ടിലിരിക്കുന്ന ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ, ദൈവം ചെയ്യാനുള്ളത് ഇവരോട് പറഞ്ഞു. പക്ഷെ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് വിരോധമായിട്ടാണ് ദൈവാലോചന നിൽക്കുന്നത്. അതുകൊണ്ട് ഇവർക്കത് ചെയ്യാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ അവർ മനഃപൂർവ്വമായിട്ട് ആ വാതിലങ്ങ് അടച്ചു. ദൈവം പറഞ്ഞു, നിന്റെ ഷെൽഫ് തുറക്കുക, നിന്റെ അലമാരി തുറക്കുക. നീ അതിൽ നിന്ന് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വെള്ളി, പൊന്ന് കറ പിടിച്ചു പോകത്തേ ഉള്ളൂ. നോട്ടുകൾ പൂപ്പിലെടുത്ത് പോകത്തേ ഉള്ളൂ. അതെടുത്ത് നീ ഒന്ന് ചെലവഴിക്കുക. ദരിദ്രർക്ക് വേണ്ടി കൊടുക്കുക, എളിയവരെ സഹായിക്കുക. ഇവർ ആ ആലോചനയെ നിരസിച്ചു. ഫലം, അവർ ഇരുട്ടിലായി, അന്ധതമസ്സിലായി. ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും സഹോദരനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അവൻ എവിടെ ഇരിക്കുന്നു? അവൻ ഇരുട്ടിലാണ് ഇരിക്കുന്നത്. അവൻ നുണ പറയുകയാണ്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവർക്ക് അരിഷ്ടത കൊടുത്തു, ഇരുമ്പ് ചങ്ങലയാൽ ബന്ധിച്ചു, അവരുടെ ഹൃദയത്തെ കഷ്ടത കൊണ്ട് താഴ്ത്തി. അവർ വീണു. സഹായിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. കാരണം എന്താ? ഇവരാരെയും സഹായിച്ചില്ലായിരുന്നു. അപ്പൊ കർത്താവ് മനഃപൂർവ്വം വേറെ ഒരു സഹായം ഇവർ കൊടുത്തില്ല. കാരണം ഇവർ തിരിച്ചറിയണം. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, സമ്പത്ത് കാലത്ത് തൈ 10 വെച്ചാൽ ആപത്ത് കാലത്ത് കാ 10 തിന്നാം എന്നുള്ള നാടൻ തിയറി വരെ ബൈബിളിൻ്റെതാണ്. പക്ഷെ ഇവർ അവസാന കൈ, ആർക്കും ചെയ്യാവുന്നൊരു കാര്യം, അല്ലെങ്കിൽ എല്ലാ മനുഷ്യൻ്റെയും ആ ഒരു നിലവിളിയിലേക്ക് വന്നു.
തങ്ങളുടെ കഷ്ടതയിൽ നിലവിളിക്കേണ്ടവനോട് നിലവിളിച്ചു. അവൻ അവരെ വിടുവിച്ചു, അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു. അവൻ താമ്ര കഥകളെ തകർത്തു, ഇരുമ്പോടാമ്പലുകളെ മുറിച്ചു. നേരത്തെ പൂട്ടിവെച്ചിരിക്കുകയായിരുന്നു, അവർ തകർത്തു. അവർക്ക് വെളിച്ചം കൊടുത്തു. കൂട്ടായ്മ എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തു. ദൈവസഭ എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തു. കൂട്ടായ്മയുടെ പ്രയോജനം എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തു. മൂന്നാമത്തെ കൂട്ടർ നമ്മൾ കാണുന്നത് ഭോഷന്മാർ എന്ന് പറഞ്ഞാൽ പിന്മാറ്റക്കാർ. നമ്മുടെ ഭാഷയിൽ ലംഘനങ്ങളാൽ, പാപങ്ങളാൽ, അകൃത്യങ്ങളാൽ കഷ്ടപ്പെട്ടു. അവരുടെ പാപങ്ങൾ എന്തൊക്കെയാണ്? അവർക്ക് ഭക്ഷണത്തോട് കൂടുതൽ ആഗ്രഹം, ലൗകികതയോട് താല്പര്യം, മറ്റ് ജഡമോഹങ്ങൾ. അപ്പോൾ ഇപ്പോൾ എന്ത് പറ്റി? ഇപ്പോൾ ഭക്ഷണത്തോട് വെറുപ്പായി. ഇപ്പോൾ എല്ലാം ഉണ്ട്, പക്ഷെ വെറുപ്പായി. കാരണം അതുപോലെ ബുദ്ധിമുട്ട് വന്നു ശരീരത്തിനും മനസ്സിനും. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. എങ്ങനെയാണ്? തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. ഇവിടെ വചനം അയച്ച് സൗഖ്യമാക്കിയതിന് കാരണം ഈ വഴികളിൽ എപ്പോഴും കുഴികളുണ്ട്. അത് പുതിയ എക്സ്പ്രസ് ഹൈവേ ആണെങ്കിൽ പോലും ഓരോ ദിവസവും അത് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വചനം അയച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വചനം നിന്റെ കയ്യിലുണ്ട്, അത് നീ ധ്യാനിച്ചാൽ, വെളിപ്പാട് കിട്ടിയാൽ നിനക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാം. പുത്രന് തന്നിൽ തന്നെ ജീവനുള്ളവനാകാൻ ദൈവം, അവൻ്റെ പിതാവ്, അവന് അധികാരം കൊടുത്തിരിക്കുന്നു. വചനത്തിൻ്റെ പ്രത്യേകത അതാണ്. വചനത്താൽ നീ രക്ഷപ്പെടാം. അവർ സ്തോത്രയാഗങ്ങളെ കഴിക്കുകയും സംഗീതത്തോടുകൂടെ അവൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുകയും ചെയ്യും. അവർ ദൈവത്തെ ആരാധിക്കട്ടെ, ദൈവത്തിന് നന്ദി പറയട്ടെ. നാലാമത്തെ കൂട്ടർ നമ്മൾ കാണുന്നത് ശുശ്രൂഷകരാണ്. കപ്പൽ കയറി സമുദ്രത്തിലോടിയവർ, പെരുവെള്ളങ്ങളിൽ വ്യാപാരം ചെയ്തവർ. അവർ യഹോവയുടെ പ്രവൃത്തിയെ കണ്ടു, ആഴിയിൽ അല്ലെങ്കിൽ ആഴത്തിൽ, ആത്മീയത്തിൻ്റെ ആഴങ്ങൾ കണ്ട മനുഷ്യർ, അത്ഭുതങ്ങൾ കണ്ട മനുഷ്യർ. അവർ നല്ല രീതിയിൽ പോയെങ്കിലും അതൊരു ബിസിനസ് ആകാൻ തക്കവണ്ണം തെറ്റിപ്പോയി, വ്യാപാരമാകാൻ തക്കവണ്ണം തെറ്റിപ്പോയി. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവം സ്നേഹമാണ്. ഒരു യോന എന്ന് പറയുന്ന പ്രവാചകൻ വഴിമാറിപ്പോയപ്പോൾ ഒരു കൊടുങ്കാറ്റടിപ്പിച്ചതുപോലെ യഹോവ കൽപ്പിച്ചു, കൊടുങ്കാറ്റടിപ്പിച്ചു. അത് അതിലെ തിരകളെ പൊങ്ങുമാറാക്കി. അവർക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടായി, അവർക്ക് ആശങ്കകളുണ്ടായി, അവർക്ക് ടെൻഷനുകളുണ്ടായി. അവർ ആകാശത്തിലേക്ക് ഉയർന്നു, ആഴത്തിലേക്ക് താണു. അവർ സ്റ്റേബിൾ അല്ലാത്ത രീതിയിൽ പോകാൻ തുടങ്ങി. അവർ മത്തനെ പോലെ തുള്ളി ചാഞ്ചാടി നടന്നു. അവരുടെ ബുദ്ധി പോയി. കണ്ട, എല്ലാം കിട്ടി. ഈ മഹതിയാം ബാബിലോൺ എൻ്റെ കൈകളുടെ പ്രവൃത്തിയല്ലേ എന്ന് പറഞ്ഞ രാജാവ് ഇപ്പോൾ പുല്ല് തിന്നുന്ന കാളയെപ്പോലെ ചാടിപ്പോയി. കാരണം തലയ്ക്ക് സ്ഥിരമില്ലാതായിപ്പോയി. പിന്നെ 7 കാലം കഴിഞ്ഞപ്പോഴാണ് ഇവന് ബുദ്ധി വന്നത്. ഇവർക്ക് പക്ഷേ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. യഹോവ അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. യഹോവ എന്ത് ചെയ്തു? കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. തിരമാലകൾ അടങ്ങി. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. ഇരുമനസ്സുള്ളവൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. അത് കൊടുങ്കാറ്റ് അടിച്ച് ഉയരുന്ന തിരമാലയ്ക്ക് സമം. അവന് പിന്നെ കർത്താവിൽ നിന്നൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. പക്ഷെ ആ അവസ്ഥ മാറി, ശാന്തമായി. ശാന്തമായപ്പോൾ എന്ത് പറ്റി? അവർ ജനത്തിന്റെ സഭയിൽ അവനെ പുകഴ്ത്തട്ടെ. നിങ്ങൾക്ക് ഇവിടെ അവസരം തരികയാണ്. നിങ്ങൾ സഭയിൽ അവനെ പുകഴ്ത്തുക, മൂപ്പന്മാരുടെ സംഘത്തിൽ അവനെ സ്തുതിക്കുക. രണ്ടാമത് ശുശ്രൂഷയിൽ യഥാസ്ഥാനപ്പെടുത്തി. കാരണം ശാന്തതയുള്ള മനസ്സ് വന്ന് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് നിർമ്മലവും പിന്നെ ശാന്തതയും സമാധാനവും ഉള്ളത്. അഞ്ചാമത് നമ്മൾ കാണുന്നത് ശുഭകാലം. വിമുക്തനായിരുന്നു, ദൈവസ്നേഹം, സഹോദര സ്നേഹമില്ലാത്തവനായിരുന്നു, ഭോഷത്വമുണ്ടായിരുന്നു, ശുശ്രൂഷയിൽ ദൈവമഹത്വത്തിന് പകരം മനുഷ്യമഹത്വം അന്വേഷിച്ചിരുന്നു. ഇതെല്ലാം കർത്താവ് ക്ലിയർ ചെയ്തു. ഇപ്പോൾ ശുഭകാലം. ദേശത്തെ നിവാസികളുടെ ദുഷ്ടത നിമിത്തം അവൻ നദികളെ മരുഭൂമിയാക്കി, നീരുറവുകളെ വരണ്ട നിലമാക്കി, ഫലപ്രദമായ ഭൂമിയെ ഊർനിലമാക്കി. എന്നിട്ടോ പാർപ്പാൻ ഒരു പട്ടണവും കാണാഞ്ഞ മനുഷ്യരെ അവിടെ കൊണ്ടുവന്നിട്ട് അവർ മരുഭൂമിയെ ജലതടാകമാക്കി, വരണ്ട നിലത്തെ നീരുറവുകളാക്കി. വിശന്നവരെ അവൻ അവിടെ കൊണ്ട് പാർപ്പിച്ചു. അവർ ഒരു പട്ടണവും കണ്ടെത്തിയില്ലായിരുന്നു. ചൊവ്വയുള്ള വഴി നടന്നപ്പോൾ അവർ അവിടെ എത്തി പട്ടണമുണ്ടാക്കി. അവർ നിലം വിതച്ചു, മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, സമൃദ്ധിയായ വിളവ് കിട്ടി. ദൈവം അനുഗ്രഹിച്ചിട്ട് അവർ അത്യന്തം പെരുകി. നേരുള്ളവൻ ഇത് കണ്ട് സന്തോഷിക്കും. ദൈവസഭയുടെ ഉയർച്ച കണ്ടിട്ട്, ദൈവമക്കളുടെ വെൽഫെയർ കണ്ടിട്ട് നേരുള്ളവൻ സന്തോഷിക്കും. നീതി കെട്ടവർ വായ് പൊത്തും. ഞങ്ങൾ തകർന്നെന്ന് വിചാരിച്ചവന്മാർ, ഒടുങ്ങിപ്പോയെന്ന് വിചാരിച്ചവന്മാർ, കെണിയിൽപ്പെട്ടെന്ന് വിചാരിച്ചവന്മാർ, കുഴിയിൽ വീണെന്ന് വിചാരിച്ചവന്മാർ ഇതാ നിവർന്ന് ചെയ്യാളികളായി നിൽക്കുന്നു. അവർ വായ് പൊത്തും.
ജ്ഞാനമുള്ളവൻ ഇവയെ ശ്രദ്ധിക്കും. അവർ യഹോവയുടെ കൃപകളെ ചിന്തിക്കും. ഈ 4 സ്റ്റേജുകളിലും രക്ഷിച്ചത് സ്വന്തം ഭുജബലമല്ല, കഴിവല്ല, ടാലന്റ് അല്ല, പ്രയത്നങ്ങളല്ല. പിന്നെയോ നിലവിളിച്ചു, അവന് ദയ തോന്നി, അവൻ്റെ കൃപയാലാണ്. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവന് സ്തോത്രം എന്നിപ്പോൾ പാടാൻ പറ്റുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം കൃപ ചെയ്യട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ജീവിതം, സമൃദ്ധി, ജയം, സ്വസ്ഥത, സൗഖ്യം അവൻ നൽകട്ടെ. ആമേൻ.